Bugonia, directed by Yorgos Lanthimos, one of the most weirdest ഡയറക്ടേഴ്സ് ഓഫ് ഹോളിവുഡ് എന്ന് ഞാൻ പറയും. കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത് എമ്മ സ്റ്റോൺ ആയിട്ടാണ്. ലോബ്സ്റ്റർ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡോഗ് ടൂത്ത് എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. പുവർ തിങ്സ് എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഇതൊക്കെയാണ് കണ്ടിരിക്കുന്നത്. ഇത് കൂടാതെയും വേറെയും സിനിമകളുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇത് തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് വിയേർഡസ്റ്റ് ഡയറക്ടേഴ്സ്. പക്ഷേ ദ ടാലൻറ്റഡ് വൺസ്. ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. എല്ലാവർക്കും ഇദ്ദേഹത്തിൻ്റെ സിനിമ ദഹിക്കത്തില്ല. പക്ഷേ ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇന്ത്യയിൽ റിലീസ് വരികയാണ്. അത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചത് എന്തായാലും കാണാൻ പോകുന്നുള്ളത്. പിന്നെ എമ്മ സ്റ്റോൺ ഉണ്ട്. എമ്മ സ്റ്റോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സിനിമകളെല്ലാം കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ദിസ് ഈസ് ഓൾസോ സോ ഗുഡ്. ഈ സിനിമയ്ക്ക് ടെക്നിക്കലി ടോപ്പ് നോച്ച് എന്ന് പറയാതിരിക്കാൻ വയ്യ. അമ്മാതിരി കിടിലൻ ടെക്നിക്കലി സൂപ്പർബ് മൂവിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. പുള്ളി വൺ ഓഫ് ദ ഫ്ലാഗ് ബെയറേഴ്സ് ഓഫ് ഷൂട്ടിംഗ് ഇൻ ഫിലിം ആയിട്ടുള്ള ഒരു ഡയറക്ടറും കൂടിയാണ്. അതുകൊണ്ട് അതും എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു ചായ്വ് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലുണ്ട്. ദിസ് മൂവി ഇസ് ഷോട്ട് ഇൻ വിസ്താവിഷൻ 1.50:1 റേഷ്യോ, ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ വിത്ത് കോഡാക് ഫിലിം. അപ്പോൾ ഈ അടുത്ത് കുറച്ച് ഡയറക്ടേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അവരവരുടെ സിനിമകൾ അവർ വിസ്താവിഷൻ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യും എന്നുള്ളത്. അതിലൊരാളാണ് തീർച്ചയായിട്ടും യോർഗോസ് ലാന്തിമോസ്. അതുപോലെ തന്നെ ഈ അടുത്തിറങ്ങിയ ഡിക്കാപ്രിയോ ചിത്രമായിട്ടുള്ള പോൾ ഡബ്ല്യു ആൻഡർസൻ്റെ സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, ഇറ്റ് വാസ് ഓൾസോ ഷോട്ട് ഇൻ വിസ്താവിഷൻ ഫോർമാറ്റ് യൂസിങ് കോഡാക് ഫിലിം. ഇതും അങ്ങനെ ഒരു സിനിമയാണ്. ഇങ്ങനത്തെ സിനിമകളുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടെ, എത്ര പൊട്ട കഞ്ഞിക്കൂറ പ്രൊജക്ടറെ കൊണ്ട് ഇട്ടാൽ പോലും മാരക ക്ലാരിറ്റി ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതാണ് ഫിലിം ക്യാമറയിൽ ഫിലിമിലെടുത്താലുള്ള ഒരു ഗുണം. അത് ഈവൻ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്ത് DCP ആയിട്ട് കൊണ്ടുവന്ന് ഇട്ടാൽ പോലും കഞ്ഞിക്കൂറ സ്ക്രീനിൽ പോലും ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. അത് എനിക്ക് തെളിവോടുകൂടി നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ PVR ലുലുമുള്ള സ്ക്രീൻ 3 വളരെ ശോചനീയമായ ഒരവസ്ഥയിലുള്ള സ്ക്രീനായിട്ടാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ DCP അന്യായം. പിന്നെ പണിയറിയാവുന്ന ഡയറക്ടറാണ്. കിഡിലൻ സൗണ്ട് മിക്സും ഡിസൈനും ഒക്കെയാണ്. കിടുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആക്ടിങ്ങിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ആകെ മൊത്തത്തിൽ പറയാൻ ഒരു 4 ക്യാരക്ടേഴ്സ് ഉണ്ടോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 2 ക്യാരക്ടേഴ്സാണ്. ജെസ്സി പ്ലെമൻസ് മികച്ച ആക്ടറാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ചെറിയ റോള് ഈവൻ സിവിൽ വാറിൽ ഒരു 10 മിനിറ്റ് വന്നിട്ട് ആൾക്കാരെ ടെൻഷൻ പിടിച്ച് പ്രാന്തടിപ്പിച്ചിട്ട് വേറെ ലെവലിൽ പെർഫോം ചെയ്ത് പോയ നടനാണ്. ഇഷ്ടം പോലെ സീരീസും സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. കിഡിലൻ ടാലൻറ്റഡ് ആക്ടറാണ്. കൂടാതെ എമ്മ സ്റ്റോണിനെ സ്പൈഡർമാൻ തൊട്ട് നിങ്ങൾ പല സിനിമകളും കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം പുള്ളിക്കാരി ഒരു വേറെ ലെവൽ ആക്ട്രസ്സായി സെൽഫ് മോൾഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വലിയൊരു പങ്ക് തീർച്ചയായിട്ടും യോർഗോസ് ലാന്തിമോസ് എന്നുള്ള ഡയറക്ടറിനുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പുള്ളിക്കാരിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു റോള് പുള്ളിക്കാരി ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുവർ തിങ്സ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും അഡൾട്ട് മൂവീസാണ്, 18+ ആണ്, നോട്ട് ഫോർ ദ ഫെയിൻ ഹാർട്ടഡ് ആണ്, ഭയങ്കര വിയേർഡാണ്, ഒക്കെയാണ്. പക്ഷേ ബ്യൂട്ടിഫുൾ ആൻഡ് ആർട്ടിസ്റ്റിക് ആണ്. ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ ദ മോസ്റ്റ് അപ്രോച്ചബിൾ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ലെസ് വിയേർഡ് മൂവി ഓഫ് യോർഗോസ് ലാന്തിമോസ്. അത് ഞാൻ പറയും. അപ്പോൾ ഇതാണ് എനിക്ക് ഫീൽ ചെയ്ത സിനിമയെ പറ്റി. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ദ ആർട്ട് ഓഫ് ദിസ് ഡയറക്ടർ വിൽ സ്പീക്ക് ഫോർ ഹിംസെൽഫ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എൻ ആർട്ട് ദാറ്റ് നീഡ്സ് ടു ബി എക്സ്പീരിയൻസ്ഡ് ഇൻ തിയേറ്റേഴ്സ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഭയങ്കര രസമായിരുന്നു തിയേറ്ററിൽ കാണാൻ. ഇത് നല്ല പ്രൊജക്ഷനിൽ നിങ്ങൾക്ക് വിസ്താവിഷനിലൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ, പുറം രാജ്യത്തുള്ളവരാണെങ്കിൽ വിസ്താവിഷനിൽ തന്നെ ചൂസ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഈ ഒരു IMAX-ish റേഷ്യോ ആണ്, ഓൾമോസ്റ്റ് സ്ക്വയർ ആണല്ലോ, 1.50:1 ആണ്. അപ്പോൾ ഈ സിനിമയൊക്കെ കാണേണ്ടത് PCXലാണ്. കാരണം PCXൻ്റെ റേഷ്യോ 1.58:1 ആണ്. അപ്പോൾ ഇത് അവിടെ കൊണ്ടിട്ട് മാരക ബ്യൂട്ടിഫുൾ ആയിരിക്കും. മോഹൻ ഗാരു, ഇഫ് യു ആർ ലിസണിങ്, പ്ലീസ് ലിസ്റ്റ് ദിസ് മൂവി ഇൻ PCX. കാരണം ഇന്ത്യയിൽ ഏറ്റവും ഭംഗിയായിട്ട് ഈ സിനിമ കാണാൻ പറ്റുന്നത് PCXലാണ്. കാരണം ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി അതർ തിയേറ്റർ വിത്ത് ക്ലോസ്ലി റിമോട്ട് ആസ്പെക്ട് റേഷ്യോ ആസ് ദാറ്റ് ഓഫ് ദിസ് മൂവി. അപ്പോൾ PCX ആണ് ഇന്ത്യയിൽ ബെസ്റ്റ് ഈ സിനിമ കാണാൻ.
ഇതിൻ്റെ സൗണ്ട് ആയിക്കോട്ടെ വിഷ്വൽ ആയിക്കോട്ടെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വേറെ ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചു വെച്ചിരിക്കുന്നതാണ്. അതുപോലെ പ്രോസ്തറ്റിക് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ എടുത്ത് പറഞ്ഞ പറ്റുള്ളൂ. മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം കിടിലൻ. പിന്നെ ഇവർ എടുക്കുന്ന ഡെഡിക്കേഷൻ ഇടയിൽ ഇവിടുത്തെ ഹോളിവുഡ് ആക്ടേഴ്സിനെയൊക്കെ കുറേ പേര് കണ്ടുപിടിക്കണം കേട്ടോ. നമ്മുടെ മലയാളത്തിലുണ്ട്, പക്ഷേ ഇന്ത്യൻ ആക്ടേഴ്സൊക്കെ കുറേ പേര് കണ്ടുപിടിക്കണം. എന്നാ ഡെഡിക്കേഷൻ അവർക്ക്. എമാ സ്റ്റോണൊക്കെ സമ്മതിക്കണം. എൻ്റെ മോനെ വിഷയം. ഈ സിനിമയിൽ എത്രത്തോളം ഇന്ത്യൻ സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതെന്തായാലും OTT റിലീസ് വരുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം വാസ് കട്ട് എന്നുള്ളത്. ഈ സിനിമ വാസ് ലെസ് ദാൻ 2 hours. എനിക്കൊന്ന് കഷ്ടിച്ച് 2 hours എന്തോ ഉണ്ടായിരുന്നുള്ളൂ. 1 hour 53 minutes ഓർ സംതിങ്. ഹൗ മച്ച് ഓഫ് ഇറ്റ് വാസ് കട്ട് എന്നുള്ള കാര്യം എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ കിടിലം പടോടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത്തരം സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു തരി പോലും ബോറടിച്ചില്ല, അതാ രസം. ഇതൊരു സ്ലോ ബേണറാണ്, പക്ഷേ വാട്ട് എ ബേൺ ഇറ്റ് വാസ് ഇൻ ദി എൻഡ്. എന്താ സാധനം. ഇതൊരു യോർഗോസ് ലാന്തിമോസ് പടമാണെന്നുള്ളത് പുള്ളി ലാസ്റ്റ് അങ്ങോട്ട് റിമൈൻഡ് ചെയ്ത് കാണിച്ചു തന്നു. എൻ്റെ മോനെ വാട്ട് എ ഗ്രാഫ്. ഇതിങ്ങനെ വന്ന് ആടിച്ച ആകാശത്ത് അവസാനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ കണക്റ്റായി. I still say this is not for the faint-hearted. This is not for the people who cannot accept weird movies from his filmography. Already, if you have watched any of his movies, you would understand what type of a filmmaker he is എന്നുള്ളത്. LJP പോലത്തെ ഒരു ഫിലിം മേക്കറാണ്. അതായത് he doesn't care about what people thinks. He just creates art. അങ്ങനത്തെ ഒരു ഡയറക്ടറാണ്. ബ്യൂട്ടിഫുൾ മൂവി ഫ്രം യോർഗോസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. I loved it. Great. ഇത് PCXൽ ലിസ്റ്റ് ചെയ്ത മക്കളെ വിഷയമായിരിക്കും. പോയി കാണാൻ പറ്റുന്നവർ PCXൽ എങ്ങനെ ലിസ്റ്റ് ചെയ്താൽ കണ്ടോ. കാരണം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റായിട്ട് ഈ സിനിമ കാണാൻ പറ്റുന്നത് PCX, പ്രസാദ് സ്ക്രീൻ 6 ഇൻ ഹൈദരാബാദ്. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമൻറ്റ് ബോക്സ് കണ്ടു നോക്കിയാൽ മതി. മോഹൻകാരു, ഇഫ് യു ആർ ലിസണിങ് പ്ലീസ് ലിസ്റ്റ് ദിസ് മൂവി ഇൻ PCX. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിവേസ്, എന്തായാലും എനിക്കിന്ന് വേറെയും സിനിമകൾ കാണാനുണ്ട്, കണ്ടിട്ട് വരാം. എന്തായാലും ഐ എം സോ ഹാപ്പി. എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഊർജ്ജം കിട്ടി അടുത്ത പടം കാണാൻ പോകാനായിട്ട്. അത്രയും ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര രസമായിട്ടുള്ള ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തത്. കഥാപരമായിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ദ വേ ഹി ഹാസ് ഡയറക്റ്റഡ് ഇറ്റ്, വേ ഹി ഹാസ് പ്രസൻറ്റഡ് ഇറ്റ്, ബ്യൂട്ടിഫുള്ളി ഷോട്ട് ഇൻ ഫിലിം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കിടിലം പടം. ഞാൻ വീണ്ടും പറയാണ്, നോട്ട് ഫോർ ദ ഫെയിന്റ്-ഹാർട്ടഡ്. എല്ലാവർക്കും ദഹിക്കുന്ന പടമല്ല. ദിസ് വാസ് മൈ കപ്പ് ഓഫ് കോഫി ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഐ എൻജോയ്ഡ് ഇറ്റ്. ഐ സിപ്ഡ് ഇറ്റ് ആൻഡ് ഐ എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് ലാസ്റ്റ് 10 minutes വാസ് peak cinema.